ഇവിടെ കഥ പറഞ്ഞോണ്ടിരിക്കും. എന്നിട്ട് നമ്മുടെ പാവം ഗുണ്ടയ്ക്ക് മനസ്സിലായി ഈ പോലീസ് ഓഫീസറുടെ 3 പെൺകുട്ടികളിൽ ഒരാൾ ഗുണ്ടയുടെ മോളാണ്. ഗുണ്ടക്കുട്ടി? പക്ഷെ അത് ഏത് കുട്ടിയാണെന്ന് നമ്മുടെ പാവം ഗുണ്ടയ്ക്ക് അറിയില്ല. DNA ടെസ്റ്റ് നടത്തിയ പോരെ? അത് മതി. പക്ഷെ ഗുണ്ടയ്ക്ക് അതൊന്നും അറിയില്ലല്ലോ. അതല്ല അന്ന് ഈ DNA ടെസ്റ്റ് ഒന്നും വന്നിട്ടില്ല. DNA ടെസ്റ്റ് വന്നിട്ടില്ലേ? അപ്പൊ ഇത് പണ്ടത്തെ കഥയാണോ? 1986 UK മർഡർ കേസിലാണ് ആദ്യമായിട്ട് DNA ടെസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഗുണ്ടയ്ക്ക് അതൊന്നും അറിയില്ലല്ലോ. ഓ അങ്ങനെ. പക്ഷേ പ്രശ്നം അതല്ല. നമ്മുടെ ഈ ഗുണ്ടയുടെ ഒരു ബോസ് ഉണ്ട്, കാല് ചെയ്യാത്തൊരു താടിക്കാരൻ. കാലിന് എന്ത് പറ്റി? പോളിയോ ഏതാണ്ട്, അല്ല ആണിരോഗം. അയ്യോ പാവം. ഈ ബോസിനാണെങ്കിൽ ഭയങ്കര നിർബന്ധം ഈ പോലീസുകാരനെയും 3 പെൺകുട്ടികളെയും ഇപ്പൊ തന്നെ കൊല്ലണം. എന്നിട്ട് നമ്മുടെ ഈ ആന്റണി അല്ല ഗുണ്ട പാവം ഗുണ്ട, ഈ ഗുണ്ട ഇത് ചെയ്യണം. ഇല്ലെങ്കിൽ ബോസ് ഈ 4 പേരും തട്ടും. അപ്പൊ എന്തായാലും കൊല്ലും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും? എനിക്കെങ്ങനെ അറിയാൻ പറ്റുക? ചുമ്മാ പറ. ഗുണ്ടയുടെ ബോസ് പോലീസ് ഓഫീസറെ എന്തായാലും കൊല്ലും, അത് ഉറപ്പാ. ഓക്കെ, ബാക്കി പറ. അച്ഛൻ മരിച്ച വാർത്ത അറിഞ്ഞ് 3 പിള്ളേരും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കും. അവരെങ്ങനെ ജീവിക്കും? അവർക്ക് വേറെ വഴിയില്ലല്ലോ. അതിനുവേണ്ടി അവർ കിണറ്റിൽ വിഷം കലർത്തും, ഒരുമിച്ച് മരിക്കാൻ. പക്ഷെ ഭയങ്കര ചെയ്തായിപ്പോയി. അമ്മയില്ലാതെ വളർന്ന കുട്ടികളല്ലേ. ഇതൊന്നും അറിയാതെ ഗുണ്ടയും ബോസും തമ്മിൽ മുട്ടനിടി നടക്കും. ഇതിനിടയിൽ ഗുണ്ട കിണറ്റിൽ വീഴും. അയ്യോ അല്ല, ബോസ് കിണറ്റിൽ വീഴും. ബോസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗുണ്ട കിണറ്റിലേക്ക് എടുത്തുചാടും. കിണറ്റിൽ വിഷം കലർത്തിന്ന് അറിയാണ്ട് ഇവർ 2 പേരും ഈ വെള്ളം കുടിച്ച് മരിച്ചു. അപ്പൊ നമ്മുടെ ഈ 3 പെൺകുട്ടികൾ അവര് ഈ വെള്ളം കൊണ്ട് നേരത്തെ ചായ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. മരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഈ ചായ കുടിച്ചതോടുകൂടി ഇവർ 3 പേരും ഛർദ്ദിക്കാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് സെർവന്റ് 108 വിളിച്ച് ആംബുലൻസ് വരുത്തി. ഈ 3 പേരും കൂടെ ആംബുലൻസിൽ ഹോസ്പിറ്റലിന്റെ ഗേറ്റിലേക്ക് കടന്നതും അങ്ങനെ ആംബുലൻസ് പൊട്ടിത്തെറിച്ച് 3 പേരും സ്പോട്ടിൽ ഔട്ട്. ബോസ് ആംബുലൻസിൽ ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു, ടൈം ബോംബ്. എന്ത് ചെയ്യാനാ, അവർക്ക് അപ്പോഴാണ് ടൈമായേ. എന്തായാലും എല്ലാരും ചത്തു, കഥയും തീർന്നു. ഇനി നമുക്ക് ചെടി നടാം. താങ്ക് യു പ്രണത, താങ്ക് യു സോ മച്ച്. സർ സോറി സർ. എന്തിന്? അല്ല ഞാൻ കാരണല്ലേ ഇന്ന് ഷൂട്ട് ലേറ്റ് ആയത്. അത്ര ഈസി അല്ലെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ ആണ്, എന്നാലും അത് കുറച്ച് അൺപ്രൊഫഷണൽ ആയിരുന്നില്ലേ അല്ലേ? ദാറ്റ്സ് ഓക്കെ. ഇങ്ങനെയൊക്കെയല്ലേ എല്ലാവരും പ്രൊഫഷണലാണെന്ന്. പ്രേമത ആദ്യം ഒന്നും മടിച്ചപ്പോഴല്ലേ ഞാനും കുറച്ച് അപ്സെറ്റായി. ഒരു തരത്തിൽ അതൊരു അൺപ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡാണ്. നമ്മളെപ്പോഴും എന്തും ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ദ വേഴ്സ് എന്നല്ലേ? അല്ലേ? അതെ. യെസ്. പിന്നെ ഈ സീൻ്റെ റിസൾട്ട് സ്ക്രീനിൽ കാണുമ്പോൾ പ്രേമതയ്ക്ക് മനസ്സിലാവും ചെയ്ത് 100% ശരിയായിരുന്നു. ഐ പ്രോമിസ് യു ദാറ്റ്. ഓക്കെ? താങ്ക് യു. താങ്ക് യു സർ. പണിപാളി. നീ ഒരു മലയാളിയായിട്ട് മമ്മൂക്കാന്റെ കൗരവരുടെ ക്ലൈമാക്സ് ഉണ്ടല്ലോ. നീ ഇത് കണ്ടിട്ട് നീ എന്നെ ഇവിടുന്ന് എഴുന്നേറ്റാ മതി. എനിക്ക് കാണണ്ട. ഒരു ബോംബോട്ട് കാണാൻ അങ്ങോട്ട് പോയി. ബോംബോട്ടി മരിക്കോ? അതിപ്പോ നിനക്ക് ക്ലൈമാക്സ് അറിയില്ലല്ലോ. ക്ലൈമാക്സിൽ ഞാൻ എന്റേതായ ചില ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. എടീ, നീ ആള് കൊള്ളാലോ. നമ്മളൊക്കെ ഇവിടെ സിനിമ ഉണ്ടാക്കാനാണ് തിരക്കഥ എഴുതുന്നത്. നീ 25 കൊല്ലം മുമ്പ് റിലീസായ പടത്തിന്റെ തിരക്കഥ എഴുതിയല്ലേ? 27 years 1992 ഒരു വാലന്റൈൻസ് ഡേയിലാണ് കൗരവ് റിലീസായത്. അയ്യോ എന്റെ മോനെ,
നീ വിക്കിപീഡിയ നോക്കിയിരിക്കണ സമയം കുറച്ച് ആ സിനിമയ്ക്ക് മാറ്റി വെച്ചിരുന്നെങ്കിൽ നിന്റെ പാവം ഗുണ്ടയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയായിരുന്നു കേട്ടാ. ഇനിയിപ്പോ നീ നിന്റെ ഗുണ്ടയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞിട്ട് ബാക്കി കാര്യം കാണു. ആ അതെ. കാണടാ. അപ്പോൾ കിണറ്റിലെ വിഷം വരും, വെയിറ്റ് ചെയ്യും. ഏത് കാണാറ്? അല്ല, അപ്പോ ആംബുലൻസിൽ പോകുമ്പോ വെക്കുന്ന സീൻ കട്ട് ചെയ്ത് കളഞ്ഞാ? സാമേ, നമ്മുടെയൊക്കെ ജീവിതം പോലെ തന്നെയാണ് ഈ സിനിമ എന്ന് പറയണത്. ചില സാഡ് സീൻസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഹാപ്പി എൻഡിങ് എന്തായാലും ഉണ്ടാവും. പ്രതീക്ഷ കൈവിടരുത്. ഒന്നുമില്ലെങ്കിൽ നീ കൊച്ചിയിലെ കോടമ്പാക്കത്തല്ലടാ താമസം. അതെവിടെയാ? കൊച്ചിയിലെ കോടമ്പാക്കം. ഈ വീട് തന്നെ. ഈ വീട്ടിൽ ഫുൾ ടൈം ഒരു മാസ് മസാല എന്റർടൈനർ അല്ലേ? അത് സത്യം. ആ, ഈ മൂന്നാം പാക്കം നല്ല പടമാണോ? മൂന്നാം പാക്കമല്ല, നേരത്തെ പറഞ്ഞ കോടമ്പാക്കം. ഇത് മൂന്നാം പക്കം. മൂന്നാം ഡാ, പക്കം ഡാ, നിനക്കതൊന്നും കാണാനുള്ള ത്രാണി ഉണ്ടാവില്ല കേട്ടാ. അല്ലേ പോട്ടെ, കണ്ടോട്ടെ. ക്ലാസിക് അല്ലേ? സാറിലെ കണ്ടാ റീത്ത് വാങ്ങി വരുമോ?